ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ ആ ലോഞ്ചിങ്ങാണ്. നിറയെ ഈ ട്രോളി ബാഗ് വരുന്ന സാധനം ഇഷ്ടം പോലെ ഉണ്ട്. നെടുമ്പാശ്ശേരിയിലൊന്നും ഇങ്ങനെ ഇല്ല തോന്നുന്നു, ഞാനും കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നും. നിറയെ ഉണ്ട് കേട്ടോ. 1, 2, 6, 5, 4, 3 പറഞ്ഞിട്ട് നിറയെ കൗണ്ടറാണ്. അത് ഹൈദരാബാദ് എയർപോർട്ട് പറഞ്ഞാൽ സെറ്റപ്പ് എയർപോർട്ട്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ അതിൻ്റെ ലോഞ്ചിങ് ഇതാണ്. പക്ഷെ പെടാ പൊളി. എന്തായാലും നിറയെ ഉണ്ട് കേട്ടോ. ഈ ഓരോരോ വണ്ടികൾക്ക് വരുമ്പോഴും വണ്ടി മീൻസ് ഫ്ലൈറ്റ് വരുമ്പോഴും അതിനനുസരിച്ചുള്ള ലഗേജ് വരാനുള്ള ട്രോളി ഇതിലുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ഫ്ലൈറ്റ് വരുന്നുണ്ട്. നെടുമ്പാശ്ശേരി ഒന്നും അല്ല തോന്നുന്നു. നല്ല കൊച്ചിനെയും വെച്ചിട്ട് വലിയ എയർപോർട്ടാണിത്. അങ്ങനെ നിറയെ ലഗേജ് ഉണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട്. പക്ഷെ എന്തായാലും പൊളിയാണ് സംഗതി. ഹൈദരാബാദ് എയർപോർട്ട് ലഗേജ് നമ്മളെ ഇനി ഇങ്ങോട്ട് വെളിയിൽ പോകാനുള്ളൊരു ഇതാണ്. നോക്കാം. നമുക്കും ആദ്യമായിട്ടല്ലേ കാണുന്നത് അല്ലേ? മറ്റേ ഇവർ പറയുന്ന പോലെ ഊട്ടി കാണാൻ ഇറങ്ങിയതല്ലേ ആദ്യമായിട്ട്. അപ്പോൾ ഇതാ വാങ്ങണമെങ്കിൽ ഇവിടുന്ന് വാങ്ങണം. എന്ത് വേണം അത് ഉണ്ട്. അപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിനോട് വേടാ ടാറ്റ ബൈ ബൈ സി യു. ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കേട്ടോ. വെളി പറഞ്ഞാൽ ഇതൊന്നൊന്നര വെളിയാണ് തോന്നുന്നു. എൻ്റെ അള്ളോ, ഇത് കൊച്ചിയൊന്നും അല്ല തോന്നുന്നു. പൊളി സംഗതി. അവിടെ നല്ലൊരു ന്യൂ ഇയറിൻ്റെ ഒരു ക്രിസ്മസിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. വരും എന്തായാലും ആയതായി. നോക്കൂ, നല്ലൊരു മാൻകുട്ടി. ന്യൂ ഇയർ ഗെറ്റിംഗ് സാധനം. പൊളി സാധനം. അടിപൊളി സാധനങ്ങൾ. നന്നായിട്ട് കേട്ടോ. എന്തായാലും എയർപോർട്ടൊക്കെ പൊളി എയർപോർട്ട്. ഇതൊന്നും അല്ല. നല്ല സാധനങ്ങളൊക്കെ അടിപൊളി സാധനം. അടിപൊളി എന്തായാലും. അപ്പോൾ ഞങ്ങളും ഇവിടെ ഇതിന് കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനേ. അപ്പോൾ ഇനിയിപ്പോൾ ഹൈദരാബാദ് എയർപോർട്ട് ആരും കണ്ടില്ല, മിസ് ചെയ്തില്ല എന്ന് പറയണ്ട. ഓക്കെ, ഗുഡ്. ഇനി ഹൈദരാബാദ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പൊളിക്കും.